നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ്, ക്ഷേമ പെൻഷൻ, ഓണക്കാല ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. ഈ വീഡിയോയിലെ വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകളും ബന്ധപ്പെട്ട വകുപ്പുകൾ പുറത്തുവിട്ട വിവരങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. പുതിയ മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ഏറ്റവും സന്തോഷകരമായ ഈ ഒരു വാർത്ത നമുക്ക് പറയാം. കേരളത്തിൽ 73,024 അപേക്ഷകൾക്ക് പുതിയ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ചതായി സർക്കാർ അറിയിച്ചു. നാളുകളായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായോ സബ്സിഡി നിരക്കിലോ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനാൽ ഈ അംഗീകാരം സാമ്പത്തികമായി വലിയ സഹായമാകും. പുതിയതായി അംഗീകാരം ലഭിച്ച മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് ഓഗസ്റ്റ് 3 മുതൽ സൗജന്യ റേഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ പുതിയ റേഷൻ കാർഡ് ലഭിച്ചവർ തങ്ങളുടെ റേഷൻ കടയിലെത്തി വിതരണ തീയതി ഉറപ്പുവരുത്തണം. റേഷൻ ലഭിക്കുന്നതിന് മുമ്പ് കാർഡിലെ വിവരങ്ങൾ ശരിയാണോ എന്നും അംഗങ്ങളുടെ വിവരങ്ങൾ തെറ്റില്ല എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം, എല്ലാ അപേക്ഷകളും അംഗീകരിച്ചിട്ടില്ല. 1353 അപേക്ഷകർ ആവശ്യമായ രേഖകൾ അപൂർണമായതിനാൽ തിരിച്ചയച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അപേക്ഷ പൂർണ്ണമായും നിരസിച്ചു എന്നല്ല. രേഖകൾ പൂർത്തിയാക്കി വീണ്ടും സമർപ്പിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ അവസരമുണ്ടാകും. അതിനാൽ അപേക്ഷ നൽകിയവർ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലോ അക്ഷയ കേന്ദ്രത്തിലോ റേഷൻ ഓഫീസിലോ ബന്ധപ്പെട്ട് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കണം. അതേസമയം 2011 അപേക്ഷകൾ വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപേക്ഷ നിരസിക്കപ്പെട്ടവർ ആദ്യം നിരസിക്കപ്പെട്ട യഥാർത്ഥ കാരണം മനസ്സിലാക്കണം. രേഖകളിലെ പിഴവ്, അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത്, വരുമാന വിവരങ്ങളിലെ പൊരുത്തക്കേട്, തെറ്റായ വിവരങ്ങൾ തുടങ്ങിയവ കാരണമായിരിക്കും. അതുകൊണ്ട് കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാതെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഔദ്യോഗിക കാരണം മനസ്സിലാക്കി ആവശ്യമായ രേഖകൾ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കൂ. ഓഗസ്റ്റ് 3 മുതൽ എല്ലാവർക്കും റേഷൻ വിതരണം ആരംഭിക്കുന്നതുകൊണ്ട് മണ്ണെണ്ണയുടെ ഒരു വിതരണം പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി 4068 കിലോ ലിറ്റർ പ്രത്യേക അളവും അനുവദിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗത ആവശ്യങ്ങൾ, വൈദ്യുതി തടസ്സം കൂടുതലുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത് സഹായകരമാവുക. അതുപോലെ ഓണക്കാല ആവശ്യങ്ങൾ കണക്കിലെടുത്ത് സ്പെഷ്യൽ അരി ഓഗസ്റ്റ് 10-നകം റേഷൻ കടകളിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വിതരണ തീയതിയും അളവും ജില്ലകൾ അനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ളതിനാൽ റേഷൻ കടയിൽ നിന്ന് കൃത്യമായ വിവരം ഉറപ്പാക്കുക. ഇനി ക്ഷേമ പെൻഷൻ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ പെൻഷൻ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഓണക്കാലത്തിന് ശേഷമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. അതായത് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 3000 രൂപ ഒരുമിച്ച് ഈ പണം വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വിതരണം ആരംഭിക്കുന്ന തീയതി സംബന്ധിച്ച അന്തിമ ഔദ്യോഗിക ഉത്തരവും കാത്തിരിക്കേണ്ടതാണ്. അതുപോലെ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയുള്ള മറ്റൊരു കാര്യമാണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നത്. അതായത് 4000 രൂപ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സർക്കാർ അതിനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. ചില ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഉൾപ്പെടെ പരമാവധി 4000 രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓരോ വിഭാഗത്തിലും ഒരേ രീതിയിൽ ബാധകമാണെന്ന് കരുതരുത്. അന്തിമ വിതരണം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ വാർഷിക മസ്റ്ററിംഗ് നടത്താൻ സർക്കാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മുതൽ പെൻഷൻ തടസ്സപ്പെടും. അതിനാൽ ആരും ഇത് അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. അക്ഷയ കേന്ദ്രം, തദ്ദേശ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. പെൻഷൻ യഥാർത്ഥ അർഹരിലേക്ക് മാത്രം ലഭിക്കുന്നതിനാണ് സർക്കാർ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. വരുമാന പരിധി കവിയുന്നവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, അർഹത നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നവർ, ഇത്തരക്കാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ തുടരുകയാണ്. അതിനാൽ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഗുണഭോക്താക്കൾ ഉറപ്പാക്കണം. ഈ PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നിർബന്ധമായും KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം.
ഈ KYC പൂർത്തിയാക്കാത്തവർക്ക് അടുത്ത ഗഡു ലഭിക്കുന്നതിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. സമീപത്തുള്ള അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ CSC സെന്റർ വഴി ഔദ്യോഗിക പോർട്ടൽ വഴി ഇത് പരിശോധിക്കാവുന്നതാണ്. ഇനി സർക്കാർ ജീവനക്കാർക്കായി 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടികളും വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. അന്തിമ ശുപാർശകളും നടപ്പാക്കൽ തീയതികളും പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ്. ജീവനക്കാർക്ക് ബാധകമായ EPF നിയമങ്ങളിൽ വിവിധ മാറ്റങ്ങൾ വരുത്തുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. തൊഴിലാളികൾ തങ്ങളുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വിവിധ ക്ഷേമ പദ്ധതികളിൽ അഭയകിരണം പദ്ധതിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അർഹരായവർ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് അപേക്ഷ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക. ഓണക്കാലത്ത് സപ്ലൈകോ വഴി വിവിധ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഏത് വിഭാഗക്കാർക്കാണ് കിറ്റ് ലഭിക്കുക, വിതരണം എപ്പോൾ ആരംഭിക്കും തുടങ്ങിയ വിവരങ്ങൾ സർക്കാർ പിന്നീട് ഔദ്യോഗികമായി അറിയിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ എല്ലാം ഓർമ്മിപ്പിച്ചു വരാം. പുതിയ മുൻഗണനാ റേഷൻ കാർഡ് 73,024 പേർക്ക് അംഗീകാരം. ഓഗസ്റ്റ് 3 മുതൽ എല്ലാവർക്കും റേഷൻ വിതരണം ആരംഭിക്കും. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ആയിരിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ 1353 അപേക്ഷകൾ അപൂർണമായതിനാൽ തിരിച്ചയച്ചു. 2011 അപേക്ഷകൾ നിരസിച്ചു. മണ്ണെണ്ണയ്ക്ക് 4068 കിലോ ലിറ്റർ പ്രത്യേക വിഹിതം വരും. അതുപോലെ സ്പെഷ്യൽ അരി ഓഗസ്റ്റ് 10 ലഭ്യമാക്കാൻ നടപടിയുണ്ട്. 3000 രൂപ പെൻഷൻ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓണക്കാലത്ത് അധിക പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രതീക്ഷകൾ ഉയരുകയാണ്. ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ ചെയ്തു തീർക്കണം. അനർഹരെ ഒഴിവാക്കുന്നതിനുള്ള പരിശോധന തുടരുകയാണ്. PM കിസാൻ ഗുണഭോക്താക്കൾ ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.